എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഈ ക്രിസ്മസിന് കൂട്ടുകാർക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം റെസിപ്പി. വെറും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം. നമ്മളിവിടെ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ആദ്യം നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ സ്റ്റൗ ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ആദ്യം നമുക്ക് ഈ അരിപ്പൊടി ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രമാണ് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ട് ഇത് കുറുക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ചെറിയ തീയിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിവിടെ ചോറ് അരയ്ക്കുന്നില്ല. അതിന് പകരം ഈ കുറുക്കാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കണം. കാരണം അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം കുറുക്കിയെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് ആറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് ബാക്കിയുള്ള കൂട്ടിലോട്ട് ഇതും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ പാലപ്പം തയ്യാറാക്കി എടുക്കാനുള്ള കൂട്ടെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളിവിടെ ഈസ്റ്റ് ചേർക്കുന്നില്ല. നിങ്ങൾ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്താൽ മതി. ഇവിടെ ഞാൻ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മാവിൻ്റെ ബാറ്ററാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. ഇനി കുറുക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ബാറ്ററാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമാണ് ഈ കുറുക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ബാറ്റർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. പാലപ്പമാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. 2 കപ്പ് അരിപ്പൊടി എടുത്തത് കൊണ്ട് അതേ അളവിൽ തന്നെ തേങ്ങ ചിരകിയത് ഞാൻ എടുത്തു. അതിൽ നിന്നാണ് 2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. ഇനി നല്ലതുപോലെ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ഞാൻ ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പാലപ്പം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കുന്ന പരുവത്തിലാണ്. അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവശ്യമുണ്ട്. ഓരോ അരിപ്പൊടിയിലും ചേർത്ത് കൊടുക്കുന്ന പാലിൻ്റെ അളവിന് വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ പുറത്തോട്ടാണ് ഈ ബാറ്റർ ഇറക്കി വെക്കുന്നത്. ഈ ബാറ്ററിൻ്റെ ആ ഒരു കൂട്ട് ചൂടുവെള്ളത്തിൻ്റെ താഴോട്ട് മുട്ടാത്ത രീതിയിലുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഇറക്കി വെക്കാൻ. ചെറിയ ചൂടും ഉണ്ടാവണം വെള്ളത്തിൽ. അങ്ങനെയാകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് പൊളിച്ച് കിട്ടുകയും ചെയ്യും. മാവ് പുളിച്ച് നല്ല ഡബിൾ സൈസിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ലേശം തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല പത പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമല്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അരി അരച്ച് തയ്യാറാക്കി എടുക്കുന്നതിനെക്കാട്ടിൽ വളരെ ഈസിയാണ്. അരിപ്പൊടി കൊണ്ട് ഇതുപോലെ പാലപ്പം തയ്യാറാക്കി എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. തലേദിവസം അരിയൊക്കെ അരച്ച് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അരികൊക്കെ മൊരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പമാണ്. തേങ്ങാപ്പാലിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പാലപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനും പറ്റുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഈ പാലപ്പം കാണുമ്പോൾ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമല്ലേ. ഈ ക്രിസ്മസിന് കൂട്ടുകാർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. തലേദിവസം മാവ് അരച്ചൊന്നും വെക്കേണ്ട ആവശ്യവുമില്ല. കാലത്ത് അരച്ച് 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പാലപ്പം തയ്യാറാക്കി എടുക്കാം. ഈ ക്രിസ്മസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിക്കോട്ടെ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന രുചികരമായിട്ടുള്ള ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്.
എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.